ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്ത്. VSSC റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. 1998 സ്വർണ്ണപ്പാളികളും 2019 പ്ലേറ്റിംഗ് നടത്തിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണ കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്ന് ഹൈക്കോടതി. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, അതീവ ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണോ ഹൈക്കോടതിയുടെ അടുത്ത SIT നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത്? ഹൈക്കോടതിയുടെ നിലവിലെ ഇടക്കാല ഉത്തരവിൽ നിന്ന് പുറത്തുവരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് VSSCയിലെ റിപ്പോർട്ട് അടക്കം SIT സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറത്തുവിട്ടിട്ടുള്ളത്. VSSCയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. അതായത് 98 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞുകൊടുത്ത ആ പാളികളും 2019 സ്വർണം പൂശിയ പാളികളും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് VSSCയിലെ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് പ്രാഥമിക റിപ്പോർട്ടായിട്ട് VSSC നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സ്വർണ്ണ കവർച്ചയിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾ അത് അടിസ്ഥാനമുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയുടെ പിൻബലം കൂടി കിട്ടിയിരിക്കുന്നുവെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ പ്രാഥമികമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയിൽ തന്നെ ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ചില സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്തതിന് ശേഷം പകരം സ്വർണം പൂശിയ ചെമ്പ് പാളികൾ സ്ഥാപിച്ചതായിട്ടാണ് പ്രാഥമികമായിട്ട് ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കോടതി നേരത്തെ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾക്ക് അടിസ്ഥാനമുള്ളതാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും. കുറ്റകൃത്യത്തിന്റെ പ്രായോഗികമായിട്ടുള്ള രീതി ശാസ്ത്രീയ വശത്തിലൂടെ തന്നെ വെളിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ സ്വർണ്ണ കവർച്ചയ്ക്കായി എടുത്ത തീരുമാനത്തിന്റെ ഘട്ടങ്ങൾ, കണ്ണികൾ ആരൊക്കെയാണ്, ഇവയുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. വ്യക്തിഗത ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് കൂടാതെ മറ്റു ചില ആളുകൾക്കും കൂടിയുണ്ട്. ഈ വ്യക്തിഗത ഉത്തരവാദിത്വത്തിനപ്പുറത്തേക്ക് ക്രിമിനൽ ബാധ്യത കൂടി ഇക്കാര്യത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് ഹൈക്കോടതി പറഞ്ഞതാണ്. അതായത് കൂട്ടുത്തരവാദിത്വവും ക്രിമിനൽ ബാധ്യതയും ഈ സ്വർണ്ണ കവർച്ചയുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി നേരത്തെ എടുത്തിട്ടുള്ള നിലപാട്. അത് വീണ്ടും ആവർത്തിക്കുക കൂടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സ്വർണ്ണ കവർച്ച ഏതു വിധത്തിലായിരുന്നു, അതിന്റെ സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടുന്നത് കേസിനെ ഉൾപ്പെടെ ബാധിക്കാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ആ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ആ തെളിവുകൾ അവശേഷിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഈ VSSCയിലെ ശാസ്ത്രജ്ഞരുടെ, അതായത് ഈ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തിയ ശേഷം അത് തെളിവായിട്ട് തന്നെ വെക്കുകയും വേണം. വിചാരണ ഘട്ടത്തിൽ അത് പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാനായിട്ടുള്ളതാണ്. കണ്ടെത്തിയ തെളിവുകളുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം ഈ ശാസ്ത്രജ്ഞരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടത്. അതായത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അതിന് പിന്തുണ നൽകുന്നതായിരിക്കണം ഈ പറയുന്ന ശാസ്ത്രജ്ഞരുടെ മൊഴികൾ. അത്തരത്തിലായിരിക്കണം അവരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതെന്നാണ് ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. SITക്കാണ് അത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 202 സാക്ഷിമൊഴികളാണ് നിലവിൽ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ശേഖരിച്ചിട്ടുള്ളതെന്നാണ് SIT ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 16 പ്രതികൾ നിലവിൽ കസ്റ്റഡിയിൽ തുടരുന്നുണ്ട്, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നുവെന്നും SIT വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജിവാഹനം അത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതെന്നാണ് നിലവിൽ SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ആകെ ഭാരം 10.68 കിലോഗ്രാം ഉണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ SITക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ആ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ തന്നെ വിലയിരുത്തുമ്പോൾ അതിൽ നിന്ന് ചില നിഗൂഢമായിട്ടുള്ള സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതായത് രേഷ്മ, നിലവിൽ ഇപ്പോൾ VSSC നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഗുരുതരമായ കണ്ടെത്തൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റി എന്നുള്ള സംശയം അല്ലെങ്കിൽ ആശങ്ക അടിസ്ഥാനമുള്ളതാണ് എന്ന് തന്നെയാണ്
ഹൈക്കോടതി വിലയിരുത്തുന്നത്. സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പുപാളിയാക്കിയിരിക്കാം എന്നുള്ള സംശയം ബലപ്പെടുന്നു. ഒരുപക്ഷെ പൂർണ്ണമായും അങ്ങനെ തന്നെ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഗുരുതരമായ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? രോഹിണി, അതായത് നേരത്തെ തന്നെ SITക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ VSSCയിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ സാമ്പിളുകൾ കൊടുത്തയക്കുകയായിരുന്നു. അതായത് 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു കൊടുത്ത പാളികൾ, അതിന്റെ ചില കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ നിലവിലെ അവിടെയുള്ള 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് വെച്ച പാളികൾ, ഈ രണ്ട് പാളികളും 15 എണ്ണം വീതമാണ്. മൊത്തത്തിൽ 15ഓളം വസ്തുക്കളാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ആ ശാസ്ത്രീയമായിട്ട് ആ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചതിൽ നിന്നാണ് ഈ 98-ൽ വിജയ് മല്യ ശബരിമലയിലെ പൊതിഞ്ഞു കൊടുത്ത പാളികളും ഇപ്പോൾ ഈ 2019-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്ലേറ്റിംഗ്, അതായത് നേരത്തെ ഈ പറയുന്ന വിജയ് മല്യ ക്ലാഡിംഗ് ആണ് നടത്തിയത്, അതായത് സ്വർണം പൊതിഞ്ഞാണ് കൊടുത്തത്. പക്ഷേ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് പ്ലേറ്റിംഗിലാണ് ചെയ്തിട്ടുള്ളത്, അതായത് സ്വർണം പൂശി ചെമ്പുപാളികൾ പകരം വെച്ചു. അപ്പോൾ അതിൽ തൂക്കത്തിലും അളവ് തൂക്കത്തിലടക്കം വ്യത്യാസമുണ്ട് എന്ന് VSSCയുടെ റിപ്പോർട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം പറയുക, അതിന്റെ ചില വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്തതിന് ശേഷം അതിന് പകരമായിട്ട് സ്വർണം പൂശിയ ചെമ്പ് പാളികൾ സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഈ VSSCയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, ഈ 98-ലെ സ്വർണ്ണപ്പാളികളും ഈ 2019-ൽ പ്ലേറ്റിംഗ് നടത്തിയ പാളികളും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അളവ് തൂക്കത്തിൽ മാത്രമല്ല, അല്ലാത്ത രീതിയിലും അതിന്റെ ഉള്ളിലുള്ള സ്വർണത്തിന്റെ മറ്റ് ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോഴും അതിലൊക്കെ തന്നെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് VSSCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊരു പ്രാഥമിക റിപ്പോർട്ടാണ്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ സാങ്കേതികപരമായിട്ട് വളരെ സങ്കീർണമായിട്ടാണ്. ശരി രേഷ്മ, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക.